ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെറും 10 മിനിറ്റിൽ നല്ല അടിപൊളി നെയ്ച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ. ഒരുപാട് കുഴഞ്ഞോ കട്ട പിടിച്ചോ ഒന്നും ഇരിക്കാണ്ട് നമുക്ക് ഈസി ആയിട്ട് കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന 5 ലിറ്ററിൻ്റെ കുക്കറാണ്. ഇതിലേക്ക് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണോളം നെയ്യും പിന്നെ 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലുമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവറിന് പകരം ഡാൽഡ ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഡാൽഡ അധികം ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരും. നമുക്കിതിനകത്തോട്ട് സ്പൈസസ് ചേർക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ബേ ലീഫാണ് കേട്ടോ. ഒരു 8-10 ഗ്രാമ്പും പിന്നെ ഒരു 4-5 ഏലക്കയും പിന്നെ ഒരു ബേ ലീഫിൻ്റെ ലീഫും പിന്നെ ഒരു 2-3 കറുവപ്പട്ടയാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരാം. നമുക്ക് ഇതിനകത്തോട്ട് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർക്കാം. സവാള നെയ്യിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് വഴലുമ്പോഴത്തേക്ക് നമുക്കിത് കുക്കാവാനുള്ള ഉപ്പ് ചേർക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന നെയ്ച്ചോറ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് സവാളയൊന്നും ഫ്രൈ ചെയ്തിടുന്നില്ല കേട്ടോ. അപ്പം ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. അത് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉള്ളിയെല്ലാം നന്നായിട്ട് വഴണ്ട് വരുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടത്. അപ്പോൾ സവാള ഏകദേശം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് 2 പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ 2 പച്ചമുളക് ഞാൻ നെടുക്ക് കീറിയിട്ടാണ് ഇതിനകത്തോട്ട് ചേർക്കുന്നത്. പിന്നെ നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമണം നന്നായിട്ട് മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് നന്നായിട്ട് ഇതാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അടുക്കി പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുന്നത് 3 ഗ്ലാസ് അരിക്കാണ് കേട്ടോ. അപ്പോൾ 3 ഗ്ലാസ് അരി എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിലാണ് ഞാൻ മെഷർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ മെഷറിംഗ് കപ്പ് ഉണ്ടെങ്കിൽ ആ രീതിയിൽ എടുക്കാം. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ മെഷറിംഗ് കപ്പ് ഉണ്ടാവണം എന്നില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഗ്ലാസ് കണക്കിൽ പറയുന്നത്. അപ്പോൾ ആ 3 ഗ്ലാസ് അരി നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ഒരു 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ വെള്ളം എല്ലാം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞ് എടുത്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചക്കുത്ത് അത്യാവശ്യം നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം എല്ലാം കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വെള്ളം വറുത്ത് വെച്ചിരിക്കുന്ന അരി ഇതിനകത്തോട്ട് ചേർക്കാം. ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ അരി ഇതിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 2-3 മിനിറ്റ് ഇളക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ചേർക്കുന്നത്. കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ അരി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ വേണം വെള്ളം അളന്നെടുക്കാൻ. 2 ഗ്ലാസ്സിലായി പോയാൽ ചിലപ്പോൾ അരി വെന്തു പോവും, അതുപോലെ വെള്ളം പറ്റത്തുമില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും വരും. അപ്പോൾ സെയിം ഗ്ലാസ്സിൽ തന്നെ വെള്ളം അളന്നെടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 3 ഗ്ലാസ് അരി എടുത്തുകൊണ്ട് തന്നെ 4.5 ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. പച്ചവെള്ളം അല്ല ചേർക്കുന്നത്, തിളപ്പിച്ച വെള്ളമാണ് ചേർക്കുന്നത്. ഈ അരിയും വെള്ളവും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നാരങ്ങാനീര് ചേർക്കാം. നാരങ്ങാനീര് ചേർക്കുമ്പോൾ അരി ഇങ്ങനെ കട്ട പിടിച്ച് പോകത്തില്ല, പകരം ഉതിർന്ന് സെപ്പറേറ്റ് ആയിട്ട് മണികൾ കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങാനീര് ചേർക്കുന്നത്. ഇപ്പം ഞാനിവിടെ ചേർക്കുന്ന ഒരു നാരങ്ങയുടെ പകുതി നീരാണ് കേട്ടോ. അപ്പോൾ അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ അതിൽ കുരു എല്ലാം കളഞ്ഞിട്ട് വേണം നീര് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിത് കുരു എല്ലാം കുത്തി കളഞ്ഞിട്ടാണ് നീര് പിഴിയുന്നത്. അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം കുരുവെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇതിനകത്തോട്ട് ചേർക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ് ചേർക്കണം. ഇപ്പോൾ ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ഉപ്പ് ഞാനിതിൽ ചേർക്കുന്നുണ്ട്. അതായത് നമ്മൾ നാരങ്ങ എല്ലാം പിഴിഞ്ഞതിന് ശേഷം ഉപ്പ് ചേർത്തിട്ട് ആ ഉപ്പ് ഒരു പൊടിക്ക് ഉപ്പ് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർക്കാൻ. ശേഷം ഞാൻ ചേർക്കുന്ന 1 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നെയ്ക്ക് പകരം ഡാൽഡ ചേർക്കണമെങ്കിൽ ഡാൽഡയും ചേർക്കാം. അതിനുശേഷം കുക്കറിൻ്റെ മൂടി അടച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ അടുപ്പിക്കാം. 2 വിസിൽ അടുപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്യാം. ഈ 2 വിസിൽ തന്നെ നമ്മുടെ റൈസ് നന്നായിട്ട് കുക്കാവുകയും ചെയ്യും, വെള്ളം എല്ലാം പറ്റുകയും ചെയ്യും കേട്ടോ. അതിനുശേഷം കുക്കറിൻ്റെ ആവി മുഴുവനായിട്ട് പോയതിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പം ഞാൻ കാണിച്ചു തരാം. എൻ്റെ റൈസ് നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട്, അതുപോലെ തന്നെ ഒട്ടും അടിക്ക് പിടിച്ചിട്ടുമില്ല കേട്ടോ. ഇനി ഈ റൈസ് മെല്ലെ അധികം പ്രഷർ കൊടുക്കാണ്ട് ഇങ്ങനെ കുത്തി ഇളക്കിയെടുക്കണം കേട്ടോ. ഒരുപാട് പ്രഷർ കൊടുത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് കുത്തി ഇളക്കി അരി പൊടിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് മെല്ലെ ഇളക്കി കൊടുത്ത് അത് മൊത്തം വിടർത്തിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലിടാനുള്ള കാഷ്യൂം കിസ്മിസും ഫ്രൈ ചെയ്തിടാം. അപ്പോൾ കാഷ്യൂം കിസ്മിസും നിങ്ങൾക്ക് എന്തോരം അളവാണ് വേണ്ട ആ അളവിലെടുക്കാം. ഞാനിപ്പോൾ എനിക്ക് ഒരുപാട് വേണ്ടാത്തതുകൊണ്ട് കുറച്ചേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ആദ്യം കാഷ്യൂ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് കിസ്മിസ് ചേർക്കുന്നത്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കാഷ്യൂം കിസ്മിസ് അത്യാവശ്യം നല്ല രീതിയിൽ റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് റൈസിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ നെയ്യ് ചേർത്തിരിക്കുന്ന ഒരുപാട് കുത്ത് വരാത്ത രീതിയിലുള്ള അളവിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് അത്യാവശ്യം ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതലൊക്കെ ചേർക്കാം. ഇനി റോസ്റ്റ് ചെയ്ത കാഷ്യൂം കിസ്മിസ് നമുക്ക് ഗീ റൈസിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തും എത്തുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ റൈസ് റെഡിയായി. ഇതിപ്പോൾ കറിയുടെ കൂടെയോ സലാഡിൻ്റെ കൂടെയോ സെർവ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.